The stock market is a device to transfer money from impatient to patient. It's Milindo. Welcome back to Trading Milestone. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് അല്ലേ. അതായത് സെപ്റ്റംബർ 30 സെബിയുടെ ബോർഡ് മീറ്റിംഗ് യോഗം കഴിഞ്ഞു അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ആ ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച നടന്നത്, ആ ഒരു മീറ്റിംഗ് മൂലം അല്ലെങ്കിൽ അവിടെ നടന്ന ആ റൂൾസ് മൂലം ആർക്കൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് F&O മാർക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സെബി കൊണ്ടുവന്നത്, ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെബി മെയിനായിട്ട് എയിം ചെയ്തത് റിസ്ക് മാനേജ്മെന്റ്, പിന്നെ മാർക്കറ്റ് വോളറ്റാലിറ്റി, ലിവറേജ് എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് മെയിനായിട്ടും സെബി പ്രതിപാദിച്ചത്. എന്താണെങ്കിലും സെബിയുടെ റൂൾസ് എല്ലാം തന്നെ മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഈ റൂൾസ് പ്രാബല്യത്തിൽ വരിക എന്നത് ഫെബ്രുവരി 1 മുതലാണ്, 2025 ഫെബ്രുവരി 1 മുതലാണ്. അപ്പോൾ F&O സെക്ഷനിൽ സെബി നടപ്പിലാക്കിയ റൂളുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ റൂളിനെ കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അലേർട്ടായിട്ട് ഇരിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് F&O ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെബി ബോർഡ് മീറ്റിംഗിൽ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു റൂളാണ് മിനിമം കോൺട്രാക്ട് സൈസ് ഫോർ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിന്റെ കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് 5 lakh to 10 lakh ആണ്. അപ്പം ഇവിടെയാണ് സെബി വലിയൊരു മാറ്റം കൊണ്ടുവന്നതായിട്ട് കാണുന്നത്. അതായത് കോൺട്രാക്ട് എന്ന് പറയുന്നത് 15 lakh തൊട്ട് 20 lakh വരെയായിട്ട് ഇവിടെ സെബി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 15 lakh ആണ് മിനിമം എമൗണ്ട്, മാക്സിമം എമൗണ്ട് 20 lakh. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ നോക്കൂ, നിഫ്റ്റി ഇപ്പോൾ 25,000 ആ റേഞ്ചിലാണ്. അപ്പം നമ്മൾ ലോഡ് സൈസ് കറക്റ്റ് ആ റേഞ്ചിൽ വേണമല്ലോ സെറ്റ് ചെയ്യാനായിട്ട്. ലോഡ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോൺട്രാക്ട് വാല്യൂ ഡിവൈഡഡ് ബൈ നിഫ്റ്റി പ്രൈസ് അല്ലെ, പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺട്രാക്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 15 lakh ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ശരിയാവുന്നത്? 50 lakh ഡിവൈഡഡ് ബൈ 25,000, അപ്പം 60 യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ അതാണ് ആ 60 യൂണിറ്റ് ആണ് അതിൻ്റെ ലോഡ് സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞല്ലോ മാക്സിമം കോൺട്രാക്ട് 20 lakh ആണ് വരുന്നത്. അപ്പോൾ 20 lakh വരുമ്പോൾ എങ്ങനെയാണ്? 20 lakh ഡിവൈഡഡ് ബൈ 25,000, അപ്പോൾ 80 യൂണിറ്റ്സ് വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിഫ്റ്റിയുടെ ലോഡ് സൈസ് എന്ന് പറയുന്നത് 60 to 80 യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലേക്ക് ലോഡ് സൈസ് ക്രമപ്പെടുത്തുന്നതിന് നിഫ്റ്റി പറയുന്നത് ഇവിടെ കൂടുതൽ റിസ്ക് മാനേജ്മെന്റ് വളരെ നന്നായിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്പെക്കുലേഷൻ കുറയ്ക്കാനും സാധിക്കും എന്ന ഒരു ബേസിലാണ് ഈ ലോഡ് സൈസ് 60 to 80 എന്ന ഒരു റേഞ്ചിലേക്ക് സെബി റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തൊരു റൂളാണ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രീമിയം ആദ്യം തന്നെ അടയ്ക്കണം എന്നുള്ളത്. ഈ ഒരു കാര്യം മൂലം ട്രേഡേഴ്സിന്റെ അധികമായിട്ടുള്ള ലിവറേജ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് പെട്ടെന്നൊരു ഫോള് വരുമ്പോൾ നമ്മുടെ വലിയ നഷ്ടങ്ങൾ തടയാനായിട്ടും ഈ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹോപ്പിന്റെ ബേസിൽ നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ സെബി ഉദ്ദേശിക്കുന്നത്. കാരണം വ്യക്തമായിട്ട് പഠിച്ച സ്ട്രാറ്റജി ബേസിൽ മാത്രമേ നമുക്കിനി ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓപ്ഷനിലെ പ്രീമിയം നമ്മൾ ആദ്യം അടയ്ക്കണമെന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിഫ്റ്റി ഒരു 25,000 വാങ്ങിക്കാനായിട്ട് പോകുന്നു. അപ്പം അതിൻ്റെ പ്രീമിയം പ്രൈസ് 200 rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 60 ലോട്ട് നമ്മൾക്ക് വാങ്ങിക്കണമെങ്കിൽ 60 × 200 = 12,000 rupees. ഈ 12,000 rupees എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ അടയ്ക്കണം. അതായത് പ്രീമിയം മുൻകൂറായിട്ട് അടയ്ക്കണം. അതായത് നമ്മൾ ട്രേഡിൽ എൻ്റർ ആകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ 12,000 നമ്മൾ അടയ്ക്കണം എന്നുള്ളതാണ് ഇവിടെ സെബി പറയുന്നത്. ഇതുമൂലം എക്സസ് ആയിട്ടുള്ള ലിവറേജ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആ ഒരു ഈഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, കൊളാട്രൽ അവിടെ കൂട്ടാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇത് ട്രേഡേഴ്സിനെ സഫീഷ്യന്റ് കൊളാട്രൽ എൻഷുർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എക്സസ് ആയിട്ടുള്ള ലിവറേജ് കുറയ്ക്കാനായിട്ടും ട്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് സെബിയുടെ ഒരു റൂളാണ്. ഇതും സെബി പറയുന്നത് 2025 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു പോയിന്റാണ് ലോസ് ഓഫ് കാലണ്ടർ സ്പ്രെഡ് ബെനിഫിറ്റ് ഓൺ എക്സ്പയറി ഡേയ്സ്. എക്സ്പയറി ഡേയ്സിൽ കാലണ്ടർ സ്പ്രെഡിന്റെ പ്രോഫിറ്റ് നമുക്കിനി ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അടുത്തൊരു റൂൾ എന്ന് പറയുന്നത്. എന്താണ് കാലണ്ടർ സ്പ്രെഡ് എന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഒരു 25,000 ഡിസംബറിലെ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്നു. അതോടൊപ്പം തന്നെ 25,500 ജനുവരിയിലും കൂടെ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു സ്പ്രെഡിങ് രീതിയാണല്ലോ കാലണ്ടർ സ്പ്രെഡ് എന്ന് പറയുന്നത്.
അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് കുറച്ച് മാർജിൻ മതി, മാർജിൻ റിക്വയർമെന്റ്സ് കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എക്സ്പയറി ഡേയ്സിൽ സെബി നിർത്തലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിസംബറിലെ കോൺട്രാക്ട് ഡിസംബറിൽ തന്നെ തീരുകയാണ്. ജനുവരിയിൽ നമ്മൾ വീണ്ടും കോൾ ഓപ്ഷൻ എടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് പുതിയതായിട്ട് വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഡിസംബർ ജനുവരി എന്നുള്ള രീതിയിൽ കാലണ്ടർ സ്പ്രെഡിന് എക്സ്പയറി ഡേയ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യമാണ് ഇൻട്രാഡേ പൊസിഷൻ ലിമിറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് സെബി ഈ ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു 4 തവണയെങ്കിലും ട്രേഡേഴ്സിന്റെ പൊസിഷൻസ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനു വേണ്ടിയിട്ട് സെബി ഒരു ഗ്രൂപ്പിനെ തന്നെ നിയമിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അതായത് ഒരു ട്രേഡറിന്റെ പൊസിഷൻസ് ഒരു 4 ടൈംസ് എങ്കിലും സെബി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ട്രേഡർ ഏറ്റവും വലിയ പൊസിഷൻസ് എടുക്കുക എന്നുള്ളത് കൺട്രോൾ ചെയ്യാനായിട്ടാണ്. അതായത് മാർക്കറ്റിലെ ചേഞ്ചുകളുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് വലിയ പൊസിഷൻസ് എടുക്കുന്നതിൽ നിന്ന് ട്രേഡേഴ്സിനെ പിന്തിരിപ്പിക്കാനായിട്ടാണ് ഈ ഒരു റൂൾ സെബി കൊണ്ടുവന്നിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു 1000 ലോട്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അത് 800 ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ 800 ലോട്ട്സ് ആണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. അപ്പോൾ അതിന് മുകളിൽ നമ്മുടെ ലിമിറ്റ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ റാൻഡം സ്നാപ്ഷോട്ടിൽ നമ്മളെ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഫ്ലാഗ് ചെയ്യും നമ്മുടെ പൊസിഷന്. നമുക്കതിൽ കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിനെ ട്രേഡേഴ്സിനെ ആണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഈ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പയറി ദിവസം ഒരുപാട് വലിയ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് തടയാനായിട്ടും ഹ്യൂജ് റിസ്ക് എടുക്കുന്നതിൽ നിന്ന് ട്രേഡേഴ്സിനെ പിന്തിരിപ്പിക്കാനുമായിട്ടാണ് സെബി ഇങ്ങനെ ഒരു നയം കൊണ്ടുവന്നിരിക്കുന്നത്. സോ എക്സ്പയറി ദിവസം ഇനി മുതൽ നമുക്ക് ലോട്ട് സൈസ് 800 ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് ട്രേഡേഴ്സ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു റൂളാണ്. അടുത്ത ഒരു പോയിന്റ് ആണ് എക്സ്ട്രീം ലോസ് മാർജിൻ ഓൺ ഷോർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നിഫ്റ്റിയിൽ ഒരു 25,000ന്റെ കോൾ റേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 1 lakh ആണ് അതിൻ്റെ മാർജിൻ എങ്കിൽ, അതായത് 1 lakh മാർജിനിൽ കോൺട്രാക്ട് വാല്യൂ 15 ലക്ഷം ആണെങ്കിൽ ഈ 2% എന്ന് പറയുന്നത് എക്സ്ട്രീം ലോസ് മാർജിനാണ്. അതായത് 2% ഓഫ് 15 ലക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? 30,000 റുപ്പീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മാർജിൻ നമുക്ക് ആവശ്യമുണ്ട്? 1 lakh പ്ലസ് 30,000 ഈസ് ഈക്വൽ ടു 1,30,000 ആണ് നമുക്ക് അവിടെ ആവശ്യമുള്ള ഒരു മാർജിൻ എന്ന് പറയുന്നത്. അടുത്തൊരു റൂളാണ് റാഷണലൈസേഷൻ ഓഫ് വീക്ക്ലി ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് വീക്ക്ലി ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിന്റെ അവൈലബിലിറ്റി ഇവിടെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സസീവ് ട്രേഡിങ്ങും സ്പെക്കുലേഷൻസും കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് സെബി ഈ ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കോൺട്രാക്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം നമുക്ക് ഉള്ള ഒരു കോൺട്രാക്ട് സൈസ് എന്ന് പറഞ്ഞാൽ 5 to 10 lakh ആണ് അല്ലേ. അത് 2015 ആ റേഞ്ചിൽ സെറ്റ് ചെയ്തതാണ്. അതാണ് ഇനി നമുക്ക് 15 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ എന്നുള്ള റേഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം സെബിയുടെ റൂൾ പ്രകാരം ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് നവംബർ 2024 നവംബർ 20 ശേഷം, അതായത് അടുത്ത മാസം 20-ാം തീയതിക്ക് ശേഷം ഈ ഒരു കോൺട്രാക്ട് സൈസിന്റെ ആ ഒരു കണക്ക് നിലവിൽ വരുമെന്നാണ് സെബി അനൗൺസ് ചെയ്തത്. മെയിനായിട്ട് ഈ ഒരു റൂൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ സെബി ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നതാണ്. അതായത് ആളുകൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ചെയ്യുകയാണ് കൂടുതലായിട്ടും. അതായത് കമ്പനി ഓൺ ചെയ്യാതെ, ഡയറക്റ്റ്ലി കമ്പനി ഓൺ ചെയ്യാതെ സ്പെക്കുലേഷനിലൂടെ മാത്രം ഇൻവെസ്റ്റേഴ്സ് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് കണ്ടുവരുന്നത്. ഈ ഒരു റൂൾ പ്രകാരം കൂടുതലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഇവിടെ സെബി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്തരം സ്പെക്കുലേഷനിൽ റെഗുലേറ്റേഴ്സ് വളരെ വറീഡ് ആവുകയും അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂവിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റിസ്ക് ആണ്, ഇൻവെസ്റ്റേഴ്സിന് ഹ്യൂജ് റിസ്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ലാസ്റ്റ് മിനിറ്റ് ബൈയിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ എക്സ്പയറി കോൺട്രാക്റ്റിൽ ലാസ്റ്റ് മിനിറ്റിലെ ബൈയിങ് എന്ന് പറയുന്നത്, അതായത് ഷോർട്ട് ടൈം സ്പെക്കുലേഷൻസ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റിസ്ക് ആണ്. അവിടെ ആ ഒരു കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് F&Oയിൽ ഇങ്ങനത്തെ പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെബി ടൈറ്റനിങ് ചെയ്തിട്ടുണ്ട് റിക്വയർമെന്റ്സ്. അതായത് F&Oയിൽ ടോപ്പ് ആയിട്ടുള്ള 500 കമ്പനീസിനെ ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡെയിലി ട്രേഡിംഗ് ഫെസിലിറ്റീസ്,
അതായത് നല്ല മികച്ച ലിക്വിഡിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ, കൂടുതൽ ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളെയൊക്കെയാണ് ഇതിലേക്ക് സെബി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുപോലെ വളരെ ഒരുപാട് കാര്യങ്ങൾ സെബി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. റൂൾസ്, സർക്കുലേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞത് F&Oയിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്ന സർക്കുലേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ഇത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്കൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കില്ല അല്ലേ. ഈ കോൺട്രാക്ട് സൈസ് ഒക്കെ ഇത്ര ഇൻക്രീസ്ഡ് ആയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. ഇപ്പം ചെറുകിട ട്രേഡേഴ്സ് എന്ന് പറയുന്നവർ കുറച്ചും കൂടെ അലേർട്ടായിട്ടുള്ള ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ ട്രേഡേഴ്സ് ഒരുപാട് പൈസയാണ് ലോസ് വന്നിരിക്കുന്നതും, അതുപോലെ തന്നെ ആ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ കയറിയിട്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഡെറിവേറ്റീവ്സിൽ കയറിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുന്നൊരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് ഈ പുതിയൊരു റൂൾസുകൾ സെബി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെബി ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് സെബി ഒരു ഗ്രൂപ്പ്സിനെ ഫോം ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെബി ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പെക്കുലേഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സെബി ഈ ഒരു റൂൾസ് എല്ലാം കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി കുറവുള്ള പല സ്റ്റോക്കുകളെയും F&Oയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റോക്സിനെ ഓൾറെഡി ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനികളുടെ ഡീലിസ്റ്റിംഗ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെബി മീറ്റിംഗിൽ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് F&Oയിൽ സെബി വരുത്തിയ ആ ഒരു മാറ്റങ്ങളും ആ ഒരു സർക്കുലേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ്. പ്രധാനമായിട്ടും ഇത് ഫെബ്രുവരി 1 തീയതി 2025 ഫെബ്രുവരി 1 ശേഷം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കോൺട്രാക്ട് സൈസുകൾ ഉണ്ടല്ലോ, ലോട്ട് സൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ, 50 lakh to 20 lakh മാക്സിമം എന്ന് പറഞ്ഞത്, അത് സെപ്റ്റംബർ 24 എന്നാണ് അതിൻ്റെ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ന്യൂസസ് നോക്കുക, കാര്യങ്ങളെല്ലാം അലേർട്ടായിട്ടിരിക്കുക. ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും മാർക്കറ്റിനെ കുറിച്ചിട്ടും മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളെ കുറിച്ചിട്ടും നമ്മൾ ദൈനംദിന ലൈഫിൽ ഒരു അലേർട്ട്നെസ് കാണിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് വന്ന് ട്രേഡ് ചെയ്തു അല്ലെങ്കിൽ സ്പെക്കുലേഷൻ നടത്തിയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു പോകുന്നു, ആ ഒരു രീതിയല്ല. ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഫഷൻ്റെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, ന്യൂസ് ബേസിലുള്ള ട്രേഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ അലർട്ടായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സെബിയുടെ റൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു F&Oയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഹാപ്പി ട്രേഡിംഗ് ജേർണി.